ദൈവവചനം വ്യക്തമാക്കുന്നത് യഹൂദ ജനതയെ അവൻ രണ്ടാമതും തിരികെ കൊണ്ടുവരുമെന്നാണ്. അവർ പൂർണ്ണരായതുകൊണ്ടല്ല, മറിച്ച് അവന്റെ വിശുദ്ധ നാമവും നിത്യവാഗ്ദാനങ്ങളും കൊണ്ടാണ്. ഒന്നാമതായി, അനുസരണക്കേടിലൂടെയും പ്രവാസത്തിലൂടെയും ഇസ്രായേൽ ജനതകൾക്കിടയിൽ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കി. യെഹെസ്കേൽ 36. എന്നാൽ ദൈവം അവരെ അവരുടെ ദേശത്തേക്ക് പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അവരുടെ നിമിത്തമല്ല, മറിച്ച് ജാതികളെ തന്റെ വിശുദ്ധിയും വിശ്വസ്തതയും കാണിക്കാനാണ്. അവരെ തിരികെ കൊണ്ടുവരുന്നതിലൂടെ തന്റെ വചനം പരാജയപ്പെടില്ലെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. രണ്ടാമതായി, യാക്കോബ്, ഇസ്ഹാക്ക്, അബ്രഹാം എന്നിവരുമായുള്ള തന്റെ ഉടമ്പടി ദൈവം ഓർക്കുന്നു. അവരുടെ പിൻഗാമികൾക്ക് എന്നേക്കുമായി ദേശം നൽകുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. ഉൽപ്പത്തി 17. ഇസ്രായേൽ ദൂരെ അലഞ്ഞുനടന്ന് പ്രവാസം അനുഭവിച്ചിട്ടും ദൈവം ഒരിക്കലും തന്റെ ഉടമ്പടി മറന്നിട്ടില്ല. യഹൂദ ജനതയുടെ ആധുനിക തിരിച്ചുവരവ് അവൻ യാക്കോബിനെ ഓർക്കുന്നുവെന്നും തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുവെന്നുമുള്ള ഒരു സാക്ഷ്യമാണ്. മൂന്നാമതായി, ദൈവം തന്റെ ജനത്തെ അവരുടെ ദേശത്തേക്ക്, പ്രത്യേകിച്ച് ജെറുസലേമിന് ചുറ്റുമുള്ളവരെ തിരികെ കൂട്ടിച്ചേർക്കുന്നു. അവരെ പുനഃസ്ഥാപിക്കാൻ മാത്രമല്ല, അവരെ ശുദ്ധീകരിക്കാനും. സ്വർണം തീയിലൂടെ ശുദ്ധീകരിക്കപ്പെടേണ്ടതുപോലെ ഇസ്രായേൽ പരീക്ഷണങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോകണം. അങ്ങനെ അവരുടെ വിശ്വാസം ശുദ്ധീകരിക്കപ്പെടുകയും അവരുടെ ഹൃദയങ്ങൾ പൂർണ്ണമായും ദൈവത്തിലേക്ക് മടങ്ങുകയും ചെയ്യും.